ഹലോ ഗായ്സ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് ജേണൽ വർക്കും കൊണ്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ബോക്സ് എടുത്തിട്ടുണ്ട്, പൗച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ എൻ്റെ ജേണൽ വർക്കിൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചായിരുന്നില്ല, അന്ന് ഞാൻ കുറേ സ്റ്റിക്കർ കാണിച്ചിരുന്നു. സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കളറും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജേണൽ വർക്ക് തുടങ്ങാം. ഫസ്റ്റ് ടൈം നമ്മൾ ജേണൽ വർക്ക് തീർത്ത പേജ് വേണം. ഞാൻ തീർത്തത് ഇവിടെ ആയിട്ടാണ് ഞാൻ ചെയ്ത് നിർത്തത്. ഇനി എനിക്ക് ഓപ്പോസിറ്റ് പേജ് എടുക്കാം, ഈ പേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈൻ വരയ്ക്കാൻ ഒരു സ്കെയിലെടുത്ത് വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബ്ലാക്ക് പെൻ എടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെൻ എടുത്തിട്ടുണ്ട്. നിങ്ങളവർക്ക് ഇത് ബ്ലൂ അല്ല, ഇത് ബ്ലാക്കാണ്. ഞാനായിട്ട് ഇട്ട് വെച്ചിട്ടാണ്. അങ്ങനെ എനിക്ക് മടിയിൽ വെച്ച് എഴുതാൻ അറിയത്തുള്ളൂ. എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കണം. ലൈൻ ഞങ്ങൾ വീട്ടിൽ കുഞ്ഞിപ്പൂച്ചയാണ് കേട്ടോ. കുഞ്ഞിപ്പൂച്ച സ്ഥലം കളിയൊക്കെ അത് ഇടയ്ക്ക് കയറി വരുന്നൊന്നും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞിപ്പൂച്ച എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞുസ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. കുഞ്ഞിപ്പൂച്ചയല്ല, കുഞ്ഞുസ്. അടുത്ത് കുറച്ച് ലീക്കായി കഴിഞ്ഞിട്ടുണ്ട്. അതേപടി വൃത്തിയിലും ആയിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യാൻ എന്നെ കഷ്ടകാലം ഇതാക്കരമത്തെ അങ്ങോട്ട് നമ്മൾ ലൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ കളറെടുത്ത് നമ്മൾ ലൈനൊക്കെ വരച്ചു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഈ കളറെടുക്കണം. കളറെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ, ഞാനിപ്പം ഇങ്ങനെ കണ്ണെടുത്തതിന് ശേഷം ഒരു കളർ സെലക്ട് ചെയ്യും. ആ കളറും കൊണ്ട് ഞാൻ ഇവിടെ ആ കളറും കൊണ്ട് പറ്റുന്നൊരു ഞാനിപ്പോൾ ഇതിൻ്റെ അത് ചെയ്യുന്നത്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു പിക്ചർ വരച്ചിട്ട് അതിൻ്റെ അകം ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ആ കുറച്ച് ഇതൊക്കെ കാണാതിരിക്കുമല്ലോ എന്നോർത്തിട്ടാണ്. എനിക്കൊരു ഐഡിയ ഇല്ലാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ പെട്ടെന്ന് കളർ അടിച്ചിട്ട് കാണിച്ചു തരാം. എൻ്റെ ചേട്ടനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതൊന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങളെ ഞാൻ ഒരുപാട് വീഡിയോസ് കാണിക്കാം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഞാൻ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഇടുന്നത് സബ്സ്ക്രൈബും ലൈക്കും കിട്ടാനാണ്. നിങ്ങൾ കാണുന്നവരൊന്നും വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, ലൈക്കും സബ്സ്ക്രൈബും ഒന്നും കിട്ടുന്നില്ല. പ്ലീസ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് നിന്നിട്ട് പോവുക. അപ്പം ഞാൻ എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കമൻറ്റ് ചെയ്യുക. അന്ന് ഞാൻ വിഷ് ചെയ്യാം. അപ്പം നമ്മളിത് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കണ്ടിട്ട് എന്താണ്ടൊരു വിഷമം പോലെ. അപ്പം ഞാൻ ചെയ്തൊന്നും എല്ലാവരും കാണണം. നമ്മൾ ഇച്ചിരിയും കൂടെ ഫില്ലാക്കുകയാണ്. ഇതെല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കളർ ബ്രഷ് പെൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ സ്കെച്ച് മാത്രം മതി. സ്കെച്ചിൽ ക്രയോൺസിൽ കളർ പെൻസിൽ എന്തെങ്കിലും മതി കേട്ടോ. കളർ മതി. നമുക്ക് സ്റ്റിക്കർ ഇല്ലെങ്കിൽ സാറില്ല, നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാം. പശയും കൊണ്ട് ഒട്ടിച്ചാൽ മതി. പശയില്ല, ചോറും കൊണ്ട് ഒട്ടിക്കണം. നമ്മൾ സാധാരണ കുഞ്ഞിലെങ്ങനെയാണല്ലോ, നമുക്ക് പശയില്ലാത്ത സമയത്ത് നമ്മൾ ചോറും കൊണ്ടല്ല ഒട്ടിക്കാം. ഞാനെങ്ങനെയാണ് ഞങ്ങൾ കാര്യം ഞാൻ ഉള്ളത്. പിന്നെ
ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ജെൽപ്പൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഈ മണ്ടയിലല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ടീമിലാണ് ഇപ്പോൾ വരച്ചെടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊട്ടേഷൻ എഴുതി കൊടുക്കാം. ഉദ്ദേശിച്ച് ഞാൻ എഴുതുന്നത് എൻ്റെ പട്ടിക്കുട്ടിയെ കുറിച്ചാണ്. അവളുടെ പേര് പോസിയാണ്. അപ്പം ഞാൻ റൈറ്റ് ചെയ്യട്ടെ. എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യൂവേഴ്സ് കൂടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് ഒറ്റൊരു ലൈക്ക് മതി. സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ട, ഒരു ലൈക്ക് തരണം പ്ലീസ്. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങൾക്കിവിടെ പ്രധാനം. പ്ലീസ് ഒറ്റൊരു ലൈക്കിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് തന്നോട്. ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഞങ്ങൾ 2 പേരാണ് വീഡിയോ ഉള്ളത്. പിന്നെ എൻ്റെ കൂട്ടുകാരി എനിക്ക് കാണിക്കാൻ കഴിയുകയാണെങ്കിൽ കാണിക്കാം. എൻ്റെ അച്ഛനെ അമ്മേനൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. എൻ്റെ ചേട്ടനെ ഞാൻ കാണിക്കാം. എൻ്റെ അനിയനെയും എൻ്റെ കൂട്ടുകാരിയുടെ അല്ല, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളിനെ ഞാൻ കാണിക്കാം. ഇവളുടെ അടുത്താണ് വീട്. ഞാൻ ഇവിടെ അടുത്തല്ല, ഞങ്ങൾ ഏതായാലും എല്ലാ ദിവസവും തോട്ടിലാണ് പോയി ഇന്ന് നീന്തിയിട്ട് വരും. നീന്താൻ പഠിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഇത് എഴുതണം. ഞാനിത് എഴുതിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാനത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത്രയുമാണ് കൊട്ടേഷൻ എഴുതിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഈ ബോക്സിൻ്റെ അകത്ത് ഞാൻ ഉണ്ടെന്ന് പറയില്ലേ, അത് ഒരുപാട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇപ്പം നമുക്ക് സ്റ്റിക്കർ കിട്ടിയില്ല. എന്നാൽ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാം, ഹാർട്ട് ഉണ്ടാക്കാം, ഇതുണ്ടാക്കാം, ഫ്രൂട്ട്സ് ഉണ്ടാക്കാം, ഇല ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. അതിന് നമ്മൾ പിന്നെയും നമ്മുടെ അതിനുശേഷം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 10 രൂപയുടെ കാര്യമുള്ളൂ. നമുക്ക് സ്റ്റിക്കറാണ് ലാഭം. 10 രൂപയല്ല, 5 രൂപയാണ് ഒരു 10-ന്. അപ്പം സ്റ്റിക്കർ വാങ്ങാൻ കഴിയത്തില്ലാത്തൊരു പശ വാങ്ങിച്ചാൽ മതി. നമുക്ക് പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്റ്റിക്കർ എടുത്തിട്ട് ഈ ബ്ലൂ കളറിന് മാച്ചായി ഏതെങ്കിലും ഒരു സ്റ്റിക്കർ നമ്മൾ ഇതിൻ്റെ അത് കണ്ടിട്ടുണ്ട്. ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കണ്ടേ. ബ്ലൂ കളർ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ട്. ഞാൻ ഈ സ്റ്റാറാണ് എത്തിക്കുന്നത്. അത് ഞാൻ ഒരിടത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 3 സ്റ്റിക്കറിൽ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഒട്ടിക്കും നമുക്ക്. പിന്നെ നല്ലൊരു ക്യൂട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ഇതാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് നമ്മളൊരു ഇച്ചിരി നീക്കിയിട്ട് ഇവിടെയായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് അടുത്തായിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് നോക്കുകയാണ്. ഒരു ഗിഫ്റ്റ് കിട്ടണം. ഇതൊരു ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് ഗിഫ്റ്റായിട്ട് തോന്നിയത് പറ്റുന്നുണ്ട്. നമ്മൾ എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ കളറിന് മാച്ച് ആയില്ല, എന്നാൽ ഇതെടുക്കുകയാണ് കേട്ടോ. ബ്ലൂ കളറിൽ ഹലോ കിറ്റിയല്ലേ എടുത്തിട്ടില്ല. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ബൈ.